ബീഹാർ വോട്ടർ പട്ടികയും വോട്ടർ ലിസ്റ്റ് ക്രമക്കേടും ഉയർത്തി ഇന്ത്യ സഖ്യ എംപിമാരുടെ പ്രതിഷേധം. പാർലമെന്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ 300-ലധികം പ്രതിപക്ഷ എംപിമാർ അണിനിരന്നു. ഒരു മണിക്കൂറോളം പ്രതിഷേധിച്ച എംപിമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വോട്ടവകാശം നിഷേധിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമെതിരായ ശക്തമായ താക്കീതായി പ്രതിപക്ഷ എംപിമാരുടെ സമരം മാറി. പാർലമെന്റിന്റെ പ്രധാന കവാടമായ മഗർദ്വാറിൽ നിന്നും ദില്ലിയിലെ നിർവചൻ സദനിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ റാലിയിൽ 25 പ്രതിപക്ഷ പാർട്ടികളിലെ 300ഓളം എംപിമാർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും നരേന്ദ്രമോദി സർക്കാരിനുമെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചായിരുന്നു ഐതിഹാസികമായ പ്രതിഷേധ മാർച്ച്. ചുവന്ന ഷാളുകൾ അണിഞ്ഞായിരുന്നു ഇടത് എംപിമാർ മാർച്ചിന്റെ ഭാഗമായത്. പാർലമെന്റിന് സമീപം ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ ദില്ലി പോലീസും കേന്ദ്രസേനയും മാർച്ച് തടഞ്ഞു. ഇതോടെ എംപിമാർ കുത്തിയിരുന്ന് പ്രതിഷേധം തീർത്തു. മഹുവ മൊയ്ത്ര, മിതാലി ബാഗ് തുടങ്ങി വനിതാ എംപിമാർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. ഇത് രാഷ്ട്രീയമല്ലെന്നും ഭരണഘടനയെ സംരക്ഷിക്കാനാണ് പ്രതിഷേധമെന്നും രാഹുൽ ഗാന്ധി. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി. ഇതുപോലെ ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചതിന്റെ ഫലമായിട്ടാണ് ബംഗ്ലാദേശില് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. അതിന് സമാനമായിട്ടാണ് ജനങ്ങൾ ഇന്ന് ഡൽഹി തെരുവിലിറങ്ങിയത്. 300 എംപിമാര്, കക്ഷിഭേദമന്യേ 300 പ്രതിപക്ഷ എംപിമാര്. ഈ ഒരു സമരം ഇനി തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകും. പ്രതിഷേധത്തിനിടെ തൃണമൂൽ കോൺഗ്രസ് എംപിമാരായ മഹുവ മൊയ്ത്ര, മിതാലി ബാഗ് എന്നിവർ കൊഴിഞ്ഞു വീണു. 30 എംപിമാരുമായി മാത്രം കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചെങ്കിലും എംപിമാർ തയ്യാറായില്ല. രാജ്യം ഇതുവരെ കാണാത്ത പ്രതിഷേധ സമരത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ സമരവീര്യവും പോരാട്ടവും വിളിച്ചോതുന്നായിരുന്നു പ്രതിഷേധ സമരം. ക്യാമറമാൻ കിരൺ രാജനും ഗോപി കടവലിനൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, ദില്ലി.